നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഈ ക്രൂരതയുടെ വാർത്ത. CISF ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തി. അങ്കമാലി സ്വദേശിയായ ഐവിൻ ജിജോയെ കാറിടിപ്പിച്ച ശേഷം റോഡിലൂടെ വലിച്ചിഴച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വാഹനം ഓവർടേക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള ഒരു തർക്കത്തെ തുടർന്നാണ് ഉദ്യോഗസ്ഥരുടെ ഈ ക്രൂരത. CISF ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CSF SI വിനയ് കുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. Why did you show me this? Why did you show Mascom? This is the way to overtake? I don't know. Why? This is the way. This is the highway or what? No, it's not the way. Then what is the way to? I'm going to the front way now. I called for you. This is the way to overtake. Why did you show me this finger? Because I don't know. I called the police. അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ട്. അരുൺ, രാത്രിയാണ് ഇങ്ങനൊരു അതിക്രൂരമായ സംഭവം നടന്നിരിക്കുന്നത്. തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന സംഭവം. എന്താണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നേരിട്ട് കണ്ടവരും പോലീസും ഒക്കെ നൽകുന്ന വിവരം? എങ്ങനെ ഇങ്ങനെ ഒരു ക്രൂരത സംഭവിച്ചു അവിടെ? തീർച്ചയായിട്ടും എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. റോഡിലെ വാഹനത്തിൽ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് ഇങ്ങനെ ജീവൻ എടുക്കുന്നതിലേക്ക് കലാശിച്ചത്. എന്തായാലും ഈ കേസിൽ പ്രതികളായിട്ടുള്ള 2 പേർ CISF ഉദ്യോഗസ്ഥരാണെന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. കാരണം നമ്മുടെ ജീവനൊക്കെ സംരക്ഷിക്കേണ്ടവരാണ് ഇത്തരത്തിൽ വളരെ നിസ്സാരമായ കാര്യത്തിന് കൊലപാതകം നടത്തുന്നത്. അത് വളരെ നിഷ്ഠൂരമായി തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ വഴിത്തർക്കത്തിന്റെ പേരിൽ ഇരുവരും സംസാരമുണ്ടായി. അതിനുശേഷം ഈ ഐവിനെ വാഹനം കൊണ്ട് ഇടിപ്പിക്കുകയും ബോണറ്റിലേക്ക് വീണ ഐവിനെയും കൊണ്ട് ഏകദേശം മീറ്ററുകളോളം മുന്നോട്ട് പോവുകയും അവസാനം ബോണറ്റിൽ നിന്ന് റോഡിലേക്ക് വീണ ഐവിനെ നിരക്കിക്കൊണ്ട് പിന്നെയും മീറ്ററുകളോളം സഞ്ചരിച്ചു. അങ്ങനെയാണ് ഐവിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ ഐവിന്റെ ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവസാനത്തെ ആ സംഭവം നടന്ന സ്ഥലത്താണുള്ളത്. ആ കാറാണ്, ഈ കാറ് കൊണ്ടാണ് ഐവിന്റെ ജീവൻ എടുത്തത്. KL 396611 എന്ന കാറാണ് CISF ഉദ്യോഗസ്ഥനായ വിനയ് കുമാർ ഓടിച്ചുകൊണ്ട് വന്നത്. ഇയാൾ CISF SI റാങ്കിലുള്ള ആളാണ്. ഇയാളാണ് ഐവിനെ ഇടിച്ചിട്ടത്. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരെയാണ് തർക്കം തുടങ്ങുന്നത്. ആ ഒരു ഇടുങ്ങിയ റോഡാണ്. ആ ഇടുങ്ങിയ റോഡിൽ എതിർദിശയിലായിരുന്നു ഐവിന്റെയും അതോടൊപ്പം തന്നെ ഇയാളുടെയും കാറുകൾ വന്നിരുന്നത്. ആ കാറിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഉണ്ടായത്. ആ കാറിന് പുറത്തേക്ക് ഇറങ്ങിയവർ തമ്മിൽ തർക്കിക്കുന്നത് നമുക്ക് CCTV ദൃശ്യത്തിൽ നിന്ന് കാണാൻ കഴിയും. അതിനുശേഷമാണ് ബോണറ്റിലേക്ക് ഈ ഐവിൻ വീഴുന്നത്. കാർ കൊണ്ട് ഇടിപ്പിച്ചു എന്നുള്ളതാണ് അവിടെയുള്ളവർ പറയുന്നത്. അങ്ങനെ ബോണറ്റിലേക്ക് വീണ ഐവിനെയും കൊണ്ട് ഈ ഇടങ്ങിയ വഴിയിലൂടെ കുറേ ദൂരം സഞ്ചരിച്ചു. അതിനുശേഷമാണ് ഇവിടെ വന്ന് ഐവിൻ റോഡിലേക്ക് വീഴുകയും ആ റോഡിലേക്ക് വീണ ഐവിനെ നിരക്കിക്കൊണ്ട് ഇത് ഇത്രയും ദൂരം ഈ കാണുന്ന നമുക്ക് റോഡിൽ തന്നെ അതിൻ്റെ വരകൾ കാണാൻ കഴിയും. ബ്രേക്ക് പിടിച്ചതിൻ്റെ വരകൾ കാണാൻ കഴിയും. അതിന് തൊട്ടടുത്ത് തന്നെയാണ് റോഡ് സൈഡിലാണ് ഐവിൻ കിടന്നിരുന്നത്. നാട്ടുകാരെത്തിയാണ് ഐവിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും ഐവിൻ്റെ മരണം സംഭവിച്ചിരുന്നു. പക്ഷെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന ശേഷം ഇവിടെ നിന്ന് ഈ കാറ് മാറ്റി എന്നുള്ളതാണ്. നമ്മൾ രാവിലെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ കാർ ഉണ്ടായിരുന്നു. നമ്മളെ കണ്ടതിന് പിന്നാലെ ഈ കാർ അവിടെ നിന്ന് എടുത്ത് ഈ സംഭവ സ്ഥലത്ത് കൊണ്ട് ഇട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇനി ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തുന്ന വ്യക്തക്കാർ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം ഈ കാറിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചോദ്യമാണ്. കാരണം ഒരു പക്ഷേ ഫോറൻസിക് പരിശോധന നടത്തുമ്പോൾ ഇതിനകത്ത് വ്യക്തക്കാർ ഉൾപ്പെടെ കണ്ടെത്താതെ വന്നു കഴിഞ്ഞാൽ അത് കേസിനെ ദുർബലപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങളാണ് നമ്മളതിനെ ഒരു സംശയമായിട്ട് തന്നെയാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നു, നമ്മുടെ കൺമുൻപിലാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. അതുകൊണ്ടാണ് അത് പറഞ്ഞു പോകുന്നത്. എന്തായാലും ഇവരുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ പോലീസിനെതിരെ ആക്ഷേപമൊന്നുമില്ല. പോലീസ് കൃത്യമായി ഈ തർക്കം നടക്കുമ്പോൾ മറ്റാരെങ്കിലും സമീപവാസികൾ ആരെങ്കിലും ഇത് കാണുകയോ ഇടപെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
ദിവിഷ്, ഈ തർക്കം തുടങ്ങിയത് മറ്റൊരു സ്ഥലത്ത് വെച്ചായിരുന്നു. അവിടെ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. അതിനകത്ത് ഈ തർക്കം നേരിട്ട് കണ്ട ആളുടെ പ്രതികരണവും ഉണ്ട്. അതിൽ പറയുന്നത് ഇവർ തമ്മിൽ തർക്കമുണ്ടായി എന്നുള്ളതാണ്. ഈ സ്ഥലത്തേക്ക് എന്തായാലും അല്പസമയത്തിനകം SP റൂറൽ SP എത്തും. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹമായിരിക്കും വിശദീകരിക്കുക. ാണ് ആ സംഭവ സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 കിലോമീറ്ററോളം ബോണറ്റിൽ യുവാവുമായി വാഹനം മുന്നോട്ട് പോയി ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പോലീസ് വന്നതിന് ശേഷം പോയാൽ മതിയെന്ന നിലപാട് യുവാവ് എടുത്തതിനെ തുടർന്നാണ് യുവാവിനെ ഇടിച്ചു മാറ്റിക്കൊണ്ട് ഈ വാഹനം മുന്നോട്ട് പോയത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്.